Hi everyone, this is Abin from eywkaa. നമ്മുടെ ഇന്നത്തെ AppleNews എപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. പുതിയ ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. തുറക്കാൻ നമുക്ക് ഈ ഒരു അപ്ഡേഷന് സ്റ്റാർട്ട് ചെയ്യാം. iOS 18.2ൻ്റെ പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീറ്റ എല്ലാ ഡിവൈസിലും iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ബീറ്റ ടെസ്റ്റേഴ്സിനും ലഭിക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ബീറ്റ 1 വന്നപ്പോൾ 15 Pro ഓർ ലേറ്റർ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ഡിവൈസിലും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു iOS 18.2ൽ കുറേയധികം അടിപൊളി മാറ്റങ്ങൾ, ആപ്പിൾ ഇൻ്റലിജൻസ് മാത്രമല്ല ഞാൻ പറയുന്നത്, കുറേയധികം അടിപൊളി മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതാണ് ബാറ്ററി ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് ആൻഡ്രോയിഡുകാർക്ക് നേരത്തെ ഉണ്ടെങ്കിലും ആസ് എ ഐഫോൺ യൂസർ ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം വേണമെങ്കിൽ നമ്മൾ പ്ലഗ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോൺ ഫുള്ളി ചാർജ് ആവാൻ എത്ര മിനിറ്റ് എടുക്കും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇനി മുതൽ നമ്മുടെ ഐഫോണിൽ ലഭിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ഡിവൈസുകൾക്ക് മാത്രമാണോ ഈ ഒരു ഓപ്ഷൻ എന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ ബാറ്ററി ഇൻ്റലിജൻസ് എന്നുള്ള പേരുള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാരും പറയുന്നത് ഇത് 15 Pro ഓർ ലേറ്ററിൽ മാത്രമായിരിക്കും എന്നാണ്. ആ ഒരു ഫീച്ചറൊന്നും ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. എല്ലാ യൂസേഴ്സിനും അത് വേണം. കാരണം ഒരു ഫോൺ കുത്തിടുമ്പോൾ എത്ര നേരം ഉള്ളിൽ ചാർജ് ആവുമെന്ന് അറിയാൻ എത്ര കൊല്ലം 8 GB റാമും കാര്യങ്ങളൊക്കെ വേണോ? ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തൊട്ട് അതെന്തായാലും കമൻറ്റ് ചെയ്യുക. സോ അങ്ങനത്തെ ഒരു പുതിയ കോഡ് ഈ പറഞ്ഞ iOS 18.2ൽ കണ്ടെത്തുന്നുണ്ട്. അത് വരുന്ന അപ്ഡേഷൻസിലെല്ലാം ആപ്പിൾ തരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ iOS 18.2 നമുക്ക് ഡിസംബറിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ, മിക്കവാറും ഡിസംബർ 2 തന്നെ റിലീസ് ആവാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ വരുന്നത്. കാരണം നേരത്തെ ഈ പറഞ്ഞിട്ടുള്ള പോലെ ഓരോ കൊല്ലവും ആപ്പിൾ റിലീസ് ചെയ്യുന്ന അപ്ഡേഷൻസിൻ്റെ ഹിസ്റ്ററി അനുസരിച്ചാൽ മിക്കവാറും ഫസ്റ്റ് വീക്കിൽ ഡിസംബറിൽ തന്നെ കഴിഞ്ഞ കൊല്ലം iOS 17ഉം 16 ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ iOS 18.2 ഈ പറഞ്ഞ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒഫീഷ്യൽ റിലീസ് ആവാനാണ് ചാൻസ്. സോ ഈ വീക്കിൽ തന്നെ അല്ലെങ്കിൽ ഈ മന്തിൽ തന്നെ എല്ലാ RCസും ബീറ്റാസും ആപ്പിൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഒഫീഷ്യൽ അപ്ഡേറ്റും നമുക്ക് ലഭിക്കും. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് യൂസേഴ്സിനാണ്. ഈ ഒരു 11-ാം തീയതി, അതായത് നാളെ നവംബർ 11-ാം തീയതി നമുക്കൊരു 11 മിനിറ്റിൻ്റെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. ആ ഒരു ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ വാച്ചിനും മെസ്സേജസിനും എല്ലാത്തിലും നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യുക സ്റ്റിക്കേഴ്സും അവാർഡ്സും എല്ലാം ലഭിക്കും. സോ ആപ്പിൾ വാച്ച് യൂസേഴ്സ് എന്തായാലും ഈ ഒരു ചലഞ്ച് 11 മിനിറ്റ്സ് ഓർ ലേറ്റർ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ ഈ ഒരു ചലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ആപ്പിൾ വാച്ച് എല്ലാവരും ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും അറിയട്ടെ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ iMessageലും ആപ്പിൾ വാച്ചിൻ്റെ ഫിറ്റ്നസ്സിലും എല്ലാത്തിലും നമുക്ക് സ്റ്റിക്കേഴ്സും അവാർഡ്സും ലഭിക്കുന്നതാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പുതുതായിട്ട് വരാൻ പോകുന്ന മാക്ബുക്കിൽ, ഇപ്പോൾ റിലീസ് ആയതല്ല, പുതുതായിട്ട് ഇനി വരാൻ പോകുന്ന മാക്ബുക്കിൽ OLED ഡിസ്പ്ലേ, അത് ഫുള്ളി OLED ഡിസ്പ്ലേയും അതേപോലെ തന്നെ ഏറ്റവും തിന്നറായിട്ടുള്ളൊരു മാക്ബുക്ക് ആയിരിക്കും എന്നാണ് നമുക്ക് കൊടുക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ആപ്പിൾ എത്രത്തോളം പ്രൊഡക്റ്റുകൾ സ്ലീക്കാക്കാൻ പറ്റുമോ, ചെറുതാക്കാൻ പറ്റുമോ, ആ ഒരു സെയിം മോട്ടീവ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സ്റ്റീവ് ജോബ്സ് എംവലപ്പിൽ നിന്ന് മാക്ബുക്ക് പുറത്തേക്ക് എടുത്തപ്പോൾ ആ ഒരു ഫസ്റ്റ് കിട്ടിയ ഇംപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് കിട്ടിയ ഫീല്, ഇത്രയും തിന്നായിട്ട് ഒരു മാക്ബുക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ചെറുതാക്കാൻ പറ്റുന്നുള്ള ആ ഒരു തിങ്കിങ് ഇപ്പോഴും ആപ്പിൾ കൺസിസ്റ്റൻ്റായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മാക് മിനി എന്ന് പറയുന്നത്. സോ ഇതേപോലെ പുതിയ ഡിവൈസുകൾ, ഇനി ഐഫോണും ഐപാഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം തിന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇനി മാക്ബുക്കും തിന്നാക്കാൻ വേണ്ടിയാണ് ആപ്പിൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന കൊല്ലത്തിൽ ഒരു 2028 നമുക്ക് ഈ പറയുന്ന പുതിയ തിന്നസ്റ്റായിട്ടുള്ള മാക്ബുക്ക് പ്രോയും ലഭിക്കുമെന്നാണ് നമുക്കെടുത്ത റിപ്പോർട്ട്. സോ ഇന്നത്തെ ന്യൂസ് കുറച്ച് കണ്ടാളുള്ളൂ, പക്ഷേ എല്ലാ വീക്കിലും മുടങ്ങാതെ ഈ ഒരു ആപ്പിൾ ന്യൂസ് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. അവർക്കും കൂടെ ഈ ഒരു അപ്ഡേറ്റ്സും ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാനും നിങ്ങൾക്കും പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയ ന്യൂസും അതേപോലെ പുതിയ ഇൻഫോർമേഷനും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത്. സോ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പുതിയ ന്യൂസുകളും അപ്ഡേറ്റ്സുകളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ വർത്ത് ഫോർ ദ സബ്സ്ക്രിപ്ഷനാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ത്രെഡ്സിൽ കൂടെയും എല്ലാ സോഷ്യൽ മീഡിയാസിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ.
This is Abin Xavier signing from eywkaa.